ഓക്കെ സർ, ഓക്കെ. ഓക്കെ. അഹ്മിയത്തു ഇൽമി സ്വറഫി. അഹ്മിയത്തു ഇൽമി സ്വറഫി, ഇൽമു സ്വറഫിൻ്റെ പ്രാധാന്യങ്ങൾ. ഖാല അബുൽ ഫത്ഹ് ഉസ്മാൻ ഇബ്നു ജിന്നി അൽ മഅറൂഫ് ബി ഇബ്നി ജിന്നിയൻ അൽ മുതവഫ സനത്ത ഹിജ്റ 302. മഹാനവറുകൾ പറയാണ്, മിനൽ വാജിബി, നിർബന്ധമായതിൽപ്പെട്ടതാണ്, അലാമൻ അറാദ മഅരിഫത്തൻ നഹ്വി, നഹ്വ് ഗ്രാമർ പറയുന്ന നഹ്വ് എന്ന് പറയുന്നതിനെ അത് തിരിച്ചറിവുണ്ടാവാൻ ഒരാൾക്ക് നിർബന്ധമാണ്. അയബ്ദഅ ബിമഅരിഫത്തി തസ്രീഫ്, എന്ത് സൊർഫ് പഠിക്കൽ. അപ്പോൾ ആദ്യം സൊർഫ് പഠിച്ചാലാണ് എന്ത് പഠിക്കാൻ പറ്റുക? നഹ്വ് പഠിക്കാൻ പറ്റുക. ഈ സൊർഫും നഹ്വും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു താല ഈ രീതി സ്വീകരിച്ചിട്ടുള്ളത്. ഖുർആന്റെ ഭാഷയിൽ ഉപയോഗിച്ചിട്ടുള്ള നഹ്വും സൊർഫും അറബി ഭാഷയിലെ സൊർഫും നഹ്വുമാണ്. അത് ഇംഗ്ലീഷിലെ പാർട്സ് ഓഫ് സ്പീച്ച് സിസ്റ്റങ്ങളോ ഉറുദുവിലെയോ മറ്റു നമ്മുടെ മലയാളത്തിലെ രീതികളൊന്നുമല്ല ഉപയോഗിച്ചിട്ടുള്ളത്. അത് അറബിയിലെ രീതികളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ സൊർഫും ഖുർആൻ മനസ്സിലാകണമെങ്കിൽ, നഹ്വ് സൊർഫും മനസ്സിലാകണമെങ്കിൽ നഹ്വ് സൊർഫ് തന്നെയാണ് മനസ്സിലാകണം. പിന്നെ ഇനിയും നഹ്വ് സൊർഫും അല്ലാത്ത പല ഭാഷയുടെ തലങ്ങളും ഉണ്ട്, ഖുർആനിലുണ്ട്. നമ്മൾ ഇത് പറയുന്നത് കൊണ്ട് അത് പറയാം. വേറെ ലോജിക്കിൻ്റെ ഉണ്ട്, പിന്നെ സാഹിത്യങ്ങളുള്ളതുണ്ട്, തർക്കശാസ്ത്രമുള്ളതുണ്ട്. അതൊക്കെ ഖുർആന്റെ ആഴത്തിലുള്ള ആശയം മനസ്സിലാവാനും പ്രത്യക്ഷമായ അർത്ഥം മനസ്സിലാവാൻ എന്തു വേണം? സൊർഫും നഹ്വും വേണം. ഖാല അബുൽ ഹുസൈൻ അഹ്മദ് ബിൻ ഫാരിസ് ബിൻ സക്കരിയ അൽ ഖസ്വീനി, മഹാനവറുകൾ എന്തു പറഞ്ഞു? അമ്മ തസ്രീഫു, അപ്പോൾ സൊറഫ് പഠനം, ഫഇന്ന മൻ ഫാതഹു ഇൽമുഹു, ആ സൊറഫ് ഒരാൾക്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ, അതേ മിസ് ചെയ്താൽ, ഫാതഹുൽ മഅ്ലം, അവന് ഭൂരിഭാഗം എന്തേ നഷ്ടപ്പെട്ടു. ഇതിപ്പോൾ കമ്പ്യൂട്ടർ കൊണ്ട് നടക്കുന്ന ആളോ സ്പോക്കൺ ഇംഗ്ലീഷ് കൊണ്ട് നടക്കുന്ന ആളോ മറ്റേതെങ്കിലും മേഖലയിൽ വികസിക്കുന്ന ആൾക്കോ അല്ല പറഞ്ഞത്. ഈ ദീനിയായ വിജ്ഞാനം പഠിക്കാൻ വരുന്ന ആൾക്ക്, കേട്ടു പഠിക്കാൻ വരുന്ന ആളുകളാവില്ല. ഒരുപക്ഷെ ഓൺലൈനിലൊക്കെ വന്ന് ദീന് കേട്ടു പഠിക്കണം, വഅദ് മുഖേന കേട്ടു പഠിക്കണം, ഉസ്താദുമാരിൽ കേട്ടു പഠിക്കണം, ആധികാരികമായി പഠിക്കണം എന്ന് മാത്രം ഉദ്ദേശിച്ച് വരുന്ന ആളുകൾക്ക് സൊർഫ് മിസ്സായി കഴിഞ്ഞാലും കുഴപ്പമില്ല. അതല്ല, പഠിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം സ്വയം കണ്ടെത്തണമെന്ന് ഉദ്ദേശിക്കുന്ന ആൾക്ക്, ഇപ്പോൾ അധ്യാപകനിൽ കേൾക്കുന്നു, അങ്ങനെ രീതികളൊക്കെ മനസ്സിലാക്കുന്നു, ഇനി മുതൽ സ്വയം കണ്ടെത്തണം എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് എന്ത് വേണം? സൊർഫ് വേണം. വിനീതരായ എന്നെ പോലെയുള്ള ആളുകളൊക്കെ ഉസ്താദുമാരുടെ പക്കൽ നിന്ന് 10-11 കൊല്ലമൊക്കെ നേരിട്ട് കേട്ട് പഠിച്ച് പിന്നീട് അവർ ആ പറഞ്ഞു തന്നത് വെച്ചിട്ട് മറ്റിടങ്ങളിലുള്ളതിനെ വായിച്ച് കണ്ടെത്താൻ ഞങ്ങൾക്ക് ഉപകാരമാകുന്നത് അത് സൊർഫാണ്. ഇപ്പോൾ എൻ്റെ മുന്നിലുള്ള ഈ പേജ് മുമ്പ് ഒരാൾ എനിക്ക് പഠിപ്പിച്ച് തന്നതല്ല, ഞാൻ മുമ്പ് കണ്ടതുമല്ല. പക്ഷേ അത് മുന്നിലേക്ക് തുറന്നു വന്ന സമയത്ത് അതിൻ്റെ ഒരു സ്ട്രക്ചറുണ്ട്. ആ ഒരു സ്ട്രക്ചർ കാണുന്ന സമയത്ത് നമുക്കെന്ത് മനസ്സിലാവും? അത് എങ്ങനെയാണുള്ളത് എന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്കൊരാളെ കേരളത്തിൽ കാല അഹ്മദ് ബിൻ അലി ബിൻ മസ്ഊദ്, ഇൽം, നീ അറിഞ്ഞ പൊന്നു മോനെ, അന്ന സൊർഫ ഉമ്മുൽ ഉലൂമി, സൊർഫ് പഠനം വിജ്ഞാനങ്ങളുടെ മാതാവും, വന്നഹ്വ അബൂഹ, നഹ്വ് പഠനം അവിജ്ഞാനങ്ങളുടെ ഉപ്പയുമാണ്. വയഖ്വ ഫിദ്ദിറായാതി ദാറൂഹ വയതുഗാ ഫി ദിബായാതി ആറൂഹ. വയഖ്ഫ ഫിദ്ദിറായാതി ദാറൂഹ, ഈ സംഗതികളെ ഗ്രഹിച്ചു മനസ്സിലാക്കുന്ന ഇടത്ത് ഇവകളെ പരിഗണന നല്ല പവർ വെക്കും. യഖ്വ എന്ന് പറഞ്ഞാൽ അതിന് പവർ കൊടുക്കും. വയതുഗാ ഫി ദിബായാതി ആറൂഹ, ഈ സംഗതികളെ രേഖപ്പെടുത്തി വെക്കുന്നയിടത്ത് ഇതിനെ നിസാരവൽക്കരിക്കുന്നത് അത് മോശമായിട്ടും തീരും.
അപ്പോൾ ഈ നഹ്വും സർഫും പഠിച്ചു കയറുമ്പോഴാണ് കൂടുതൽ ഗ്രഹിക്കാനുള്ള പവർ കിട്ടുക. ഇവകളെ മാറ്റി നിർത്തുന്നത് പിന്നീട് പഠിച്ചതിനെ ഒന്നിനെയും രേഖപ്പെടുത്തി വെക്കാൻ പറ്റൂല. അപ്പൊ മനസ്സിലാക്കാൻ ഇവകൾ വേണം, പവർ നൽകും. ഇവകളില്ല എന്നുള്ളത് മനസ്സിലാക്കിയതിന് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുകയും ഇല്ല. അപ്പൊ നഹ്വും സർഫും ഉണ്ടെങ്കിലാണ് കൂടുതൽ മനസ്സിലാക്കാനും മനസ്സിലാക്കിയതിനെ വേറൊരാൾക്ക് മെസ്സേജായിട്ട് കൺവേ ചെയ്ത് കൊടുക്കാനും പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ നഹ്വും സർഫും മനസ്സിലാവാത്ത ഒരാൾക്ക് അത് മനസ്സിലാകും, അറിവ് കിട്ടും, വേറൊരാൾക്ക് അതിനെ ആ രൂപത്തിൽ പറഞ്ഞു കൊടുക്കാൻ എന്താവില്ല, പറ്റൂല. പകർന്നു കൊടുക്കാനും ഉപദേശം കൊടുക്കാനും വഅദ് കൊടുക്കാനും പറ്റും. ഓക്കെ. അപ്പൊ നമ്മൾ ഉസ്താദുമാരൊക്കെ അവരുടെ ഉസ്താദുമാരിൽ നിന്ന് കിട്ടിയ രചനകളും അവർ സ്വന്തം പഠിച്ചതും പിന്നീട് ഗ്രന്ഥങ്ങളാക്കി കൊടുത്തതിപ്പോൾ അവർക്ക് എന്ത് ചെയ്യുക, അറബി ഗ്രാമറും നഹ്വും സർഫും അവർ പഠിച്ചു. അപ്പൊ അത് അങ്ങനെ കൃത്യമായിട്ട് മറ്റുള്ള ആളുകളിലേക്ക് കൺവേ ചെയ്യാൻ പറ്റി. അങ്ങനെ അത്രേ ഉള്ളൂ. قال عبد الله بن محمد جمال الدين الحسيني إن من أراد أن يكون له منحة من الكتاب الإلهي ഇലാഹിയായ കിതാബിൽ നിന്ന് വല്ല അധ്വാനവും ഒരുത്തിനും കിട്ടാൻ ഉദ്ദേശിച്ചാൽ വൽ കലാമിൻ നബവിയ്യ്, നബവിയായ കലാം, നബവിയായ കലാം പറഞ്ഞ ഹദീസ്, ഇലാഹിയായ കിതാബ് പറഞ്ഞ ഖുർആൻ. ഈ ഖുർആനിൽ നിന്നും കിതാബിൽ നിന്നും വല്ല മിൻഹത്തും, മിൻഹത്ത് എന്ന് പറഞ്ഞാൽ ഇത് ഒരു ദാനം, ധർമ്മം, ഗിഫ്റ്റ് കിട്ടണമെന്ന് ഉദ്ദേശിച്ചാൽ ഫലസ്വിരിഫ് ഇനാന ഹിമ്മത്തിഹി, അവൻ്റെ മനധൈര്യത്തിൻ്റെ കടിഞ്ഞാണിനെ അവൻ തിരിച്ചു വിട്ടുകൊള്ളട്ടെ. ഇലാ ഇൽമി സ്വർഫി, ഈ സ്വർഫ് പഠിക്കുന്നതിലേക്ക് അവൻ മനധൈര്യത്തോടെ കടന്നു വരട്ടെ. ഫജ്അൽഹു നുസ്ബത്തുർഫി മുശമ്മിറൻ അൻ സാക്കിൽ ജിദ്ദി, വജ്അൽഹു അതിനാക്കട്ടെ നുസ്ബത്തുർഫി, അവൻ്റെ കണ്ണിൻ്റെ മുന്നിൽ എപ്പോഴും ഒരു നാട്ടകുത്തി വെച്ച ഒന്നായിട്ട് ഇത് മാറ്റട്ടെ. എപ്പോഴും ഇതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. പിന്നെ മുഷമ്മിറൻ അൻസാഖിൽ ജിദ്ദി, പരിശ്രമത്തിൻ്റെ കാലിൽ നിന്നുകൊണ്ട്, പരിശ്രമത്തിൻ്റെ കാലിൽ നിന്നുകൊണ്ട് കണ്ണിൻ്റെ മുന്നിൽ സ്ഥാപിക്കപ്പെട്ട ഒന്നായിക്കൊണ്ട് സർഫിന് വെച്ച് കഴിഞ്ഞാൽ ഹദീസ് മനസ്സിലാക്കാം, ഖുർആനും മനസ്സിലാക്കാം. ലിയഗൂസ ഫിത്തയ്യാരി ബിഹാരിൽ കിതാബി വഫറായിദിഹി, കിതാബിൻ്റെ സമുദ്രങ്ങളിൽ അവനെ ആഴത്തിൽ ഊളിയിട്ട് പോകാനും, വഫറായിദിഹി, ആ കിതാബുകളുടെ ആശയങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട മുത്തുകളായി നിൽക്കുന്നതുണ്ടാവും, അത് മനസ്സിലാക്കാനും, പരിശുദ്ധമായ ഹദീസിൻ്റെ നേർമയായ സംഗതികളെ ഓപ്പറേഷൻ ചെയ്ത് മനസ്സിലാക്കാൻ, ഉള്ളിലേക്ക് കയറി ചികഞ്ഞു മനസ്സിലാക്കാൻ, വഫവാഇദഹു, അതിൻ്റെ ഫായിദകളും. അപ്പം എന്തിനാണ് ഹദീസ് വന്നത്, ഖുർആൻ്റെ ആഴം എത്രയാണ്, ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ എന്തു വേണം, സർഫിൻ്റെ ജ്ഞാനമുണ്ടായിരിക്കണം. ഖാല അഹ്മദുൽ ഹംലാവി ഫമൻ തളമ യഖ്ദുൽ ഇൽമി ഇല്ലാ വസ്വർഫു വാസിതതു, ഏതൊരു ഇൽമും ഈ അത് ഒരു ഓർഡറായി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെൻട്രൽ പോയിന്റ്, അതിൻ്റെ കീ പോയിന്റ്, അതിൻ്റെ മീഡിയം അത് സർഫാണ്. വലർത്തഫ മനാറത്തുൻ ഇല്ലാ വഹുവ ഖായിദത്തു, ഏതൊരു മിനാരവും ഉയർന്നിട്ടില്ല ഇൽമു സർഫ് അതിൻ്റെ അടിസ്ഥാന തൂണായിട്ടല്ലാതെ. ഇത് ഹുവ ഇഹ്ദാ ദആഇമിൽ അദബി, സാഹിത്യത്തിൻ്റെ തൂണുകളിൽ, സാഹിത്യത്തിന് ഒരുപാട് തൂണുകളുണ്ട്, ഒരുപാട് ഘടകങ്ങൾ ചേർന്നതാണ് സാഹിത്യം. ആ സാഹിത്യത്തിൻ്റെ തൂണുകളിൽ ഒന്നാണ് സർഫ്. വബിഹി തുറഫു സഅത്തു കലാമിൽ അറബി, ഈ സർഫ് കൊണ്ടാണ് അറബി ഭാഷയുടെ വികാസം അറിയപ്പെടുക. വതൻജലി ഫറായിദു മുഫ്രദാത്തിൽ ആയാത്തിൽ ഖുർആനിയ്യ വൽ അഹാദീസ് നബവിയ്യ, പരിശുദ്ധമായ ഹദീസുകളും ഖുർആന്റെ ആയത്തുകളുടെയും ഒറ്റപ്പെട്ട സംഗതികളിൽ നിന്ന് വ്യത്യസ്തമായവകൾ വെളിവാകുന്നതിനും സർഫ് പഠിക്കണം. ഇങ്ങനെ മഹാന്മാർ പല രീതിയിൽ ഇൽമു സർഫിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അതിൽപ്പെട്ട കുറഞ്ഞ സംഗതികൾ കുറേ അവർ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ഒരു കുട്ടി പഠിക്കാൻ വേണ്ടിക്കൊണ്ട് ആദ്യമായി കോളേജുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് അവന് ഖുർആനല്ല കൊടുക്കുക, ഹദീസല്ല കൊടുക്കുക, ഖുലാസയല്ല കൊടുക്കുക,
അവന് ഇൽമ് റെഡിയാൻ വേണ്ടിയിട്ട് ഫഅല എന്ന് പറയുന്ന കിതാബാണ് കൊടുക്കുക. ഫഅല ഫഅല ഫഅലു ഫഅലത്ത് ഫഅലത ഫഅൽന ഫഅൽത ഫഅൽതുമ ഫഅൽതും ഫഅൽതി ഫഅൽതുമ ഫഅൽതുന്ന ഫഅൽതു ഫഅൽന. ഇങ്ങനെ ഈ സാധനമാണ് അവിടെ എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പം ആ കുട്ടി അതിനോട് ഇങ്ങനെ ഫെമിലിയറായി ഇങ്ങനെ പഠിച്ച് 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 വന്നു കഴിഞ്ഞാൽ പിന്നെ അതെന്ത് ചെയ്യും, അത് അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറും. പിന്നെ ഏത് വാക്കുകൾ കണ്ടാലും അതിനെ തിരുക്കാനും മറിക്കാനും അതിന് ഗുണം കിട്ടാനൊക്കെ അവനായിത്തീരും. ഓക്കെ, ഇതും കൂടെ പറയാം. പിന്നെ ഒരു വിജ്ഞാന ശാഖ പഠിക്കുന്ന സമയത്ത് ഇത് ഭൗതിക ജ്ഞാന രംഗത്ത് ഒന്നും ഇത് ഉണ്ടായിക്കൊള്ളുന്നുണ്ടാവില്ല. ഇത് നമ്മളെ ഇൽമിയായ ഇടങ്ങളിൽ ദീനിയായ വിജ്ഞാനങ്ങൾ പഠിക്കുന്ന സമയത്ത് ഏതൊരു അറിവിൻ്റെ കാറ്റഗറി നമ്മൾ പഠിക്കുകയാണെങ്കിലും, ഇപ്പം അറിവിൻ്റെ കാറ്റഗറി സ്കൂളുകളുണ്ടല്ലോ, സയൻസിൽ തന്നെ എന്തൊക്കെ വരുന്നുണ്ട്, കെമിസ്ട്രി, സുവോളജി, ബയോളജി, അങ്ങനെ ബോട്ടണി, അങ്ങനെ തുടങ്ങിയിട്ട് ഓരോ സാധനങ്ങൾ ഇല്ലേ. പിന്നെ ഇത് പഠിക്കുകയാണെങ്കിൽ പൗരധർമ്മം, പൊളിറ്റിക്സ്, അങ്ങനെ പറഞ്ഞിട്ട് വേറൊന്ന്, ചരിത്രത്തിന് തന്നെ ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് ഓരോ ഹിസ്റ്ററികൾ. ഇനി ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ അതിന് ഉള്ള ഓരോ സെഷനുകൾ, ഇങ്ങനെ ഓരോ വിഷയങ്ങൾ പഠിക്കുന്ന സമയത്ത് ആ വിഷയത്തിൽ എന്തൊന്ന് പഠിക്കുമ്പോഴും ഒരു 10 കാര്യം അതിനെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. ഒരു കാര്യം പഠിക്കാൻ പോകുന്ന സമയത്ത് 10 കാര്യങ്ങൾ അതിനെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. എന്താണ് 10 കാര്യത്തിൽ വരുന്നത് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അത് ഇപ്പോൾ പഠിക്കാൻ പോകുന്ന സാധനത്തിൻ്റെ ഡെഫിനിഷൻ എന്താണ്, ഇതിൽ പ്രതിപാദിക്കുന്ന വിഷയം എന്താണ്, ഇതാര് സ്ഥാപിച്ചതാണ്, ഇത് പഠിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്, ഇത് എവിടുന്ന് കിട്ടിയതാണ്, ഇതിൻ്റെ മഹത്വം എന്താണ്, ഇതിൻ്റെ പേരെന്താണ്, ഇത് പഠിക്കലിൻ്റെ മതവിധി എന്താണ്, പിന്നെ മറ്റ് വിജ്ഞാന ശാഖകളിലേക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ സ്ഥാനം എന്താണ്, ഇതിൽ പിന്നെ പറയുന്ന വിഷയങ്ങൾ, ഇതിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള, ഇങ്ങനെ ഒരു 10 സാധനം ഏതൊന്നിലും പഠിക്കാണ്ട്. ഇപ്പം നമ്മൾ സർഫായതുകൊണ്ട് സർഫിൻ്റെ പറയും, നെഹ്വ് പഠിക്കാനിരിക്കും, ഫിഖഹ് പഠിക്കുമ്പോൾ അങ്ങനെ വരും. ഇങ്ങനെ ഏതൊരു വിജ്ഞാന ശാഖയ്ക്കും ഒരു 10 സ്ഥലങ്ങളുണ്ട്. അതിന് മബാദിൽ അഷറ എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇൽമു സർഫിൻ്റെ ഹദ് നോക്കാം. ഇവിടെ ഹദ് പറഞ്ഞാൽ ഡെഫിനിഷൻ. ഇൽമുൻ ബി ഉസൂലിൻ തൂറഫു ബിഹ സിയാഗത്തു അബിനിയത്തിൽ കലിമി വഹ്വാലുഹ വമാ യുരിദു ലിആഖിരിഹ മിമ്മാ ലൈസ ബിറാബി വലാ ബിനാ. ഇൽമുൻ ബി ഉസൂലിൻ, അടിസ്ഥാനപരമായ ജ്ഞാനങ്ങൾ, കുറേ അടിസ്ഥാനങ്ങൾ ഇങ്ങനെ പഠിക്കുക എന്നുള്ളതാണ് സർഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനത്തെ അടിസ്ഥാനങ്ങൾ എന്തിനാ, നമ്മൾ തറ കെട്ടിടുന്ന എന്തിനാ, അതിൻ്റെ മേലെ ഒന്നുകിൽ വീട് കെട്ടും, അല്ലെങ്കിൽ സ്ഥാപനം കെട്ടും, അല്ലെങ്കിൽ പള്ളി കെട്ടും, അല്ലെങ്കിൽ മാളുകൾ കെട്ടും. അപ്പോൾ ഒരു ഉസൂൽ ഉണ്ടാകുമ്പോൾ അതെന്തിനാണ്, അത് ടു ബി ടേക്കൺ ഓവർ, ഇതിൻ്റെ മേലെ വല്ലതും എടുക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇൽമുൻ ബി ഉസൂലിൻ, ഉസൂല് കൊണ്ടുള്ള ഇൽമാണ്. തൂറഫ് ബിഹാ സിയാഗത്തു അബിനിയത്തിൽ കലാമി, സെൻറ്റൻസുകൾ എങ്ങനെയാണ് എടുക്കേണ്ടത് എന്ന രീതിയെ അറിയേണ്ട അടിസ്ഥാനപരമായ വസ്തുക്കളെക്കുറിച്ചുള്ള ജ്ഞാനമാണ് സർഫ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഒരു സെൻറ്റൻസിൻ്റെ അവസ്ഥകൾ പഠിക്കാനും, ആ സെൻറ്റൻസിന് അവസാനത്തിൽ എന്താണ്, ഒരു പദത്തിന് അവസാനത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്താണ് എന്നും പഠിക്കാനും വേണ്ടി വിമാ ലൈസ ബിഇറാബിൻ വലാ ബിനാഇൻ, അതിനെ ഇറാബ് ബിനാ എന്ന് പറഞ്ഞൊരു സെഷൻ ഉണ്ട്, നഹ്വിൽ വരും. അപ്പോൾ ഇറാബ് ബിനാ അല്ലാതെ ഒരു കലാമിൽ അതിൻ്റെ അവസാനം വരുന്ന മാറ്റങ്ങളെ കുറിച്ച് പഠിക്കുക. അപ്പം ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞതുപോലെ, ഒരാൾ വന്നിരുന്നപ്പോൾ അവിടെ ജലസ എന്ന് പറഞ്ഞു, ഇല്ല വന്ന 2 പേരും എന്ത് ചെയ്തിരുന്നു എന്നാണെങ്കിൽ നമ്മൾ എന്ത് പറയും, ജലസ എന്ന് പറയും. ഇല്ല വന്ന എല്ലാവരും ഇരുന്നിട്ടുണ്ടെങ്കിൽ, എല്ലാവരും അല്ലെങ്കിൽ 2-ൽ കൂടുതൽ ആളുകൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, ജലസു എന്ന് പറയും. ഇപ്പോൾ ഈ ഒരു സാധനത്തെ 2 സമയങ്ങളിലായിട്ട് ആശയത്തിന് വേണ്ടിയിട്ട് വരുത്തിയ മാറ്റം, അതാണ് സർഫ് എന്ന് പറഞ്ഞാൽ. മൗലൂഉഹു, ഇതിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്, അൽ അസ്മാൽ മുത്തമക്കിനത്തു വൽ അഫ്ആൽ മുത്തസരിഫത്തു ഫിൽ ലുഗ അൽ അറബിയ, അറബി ഭാഷയിലെ
മാറ്റവിധേയമാകാൻ പറ്റുന്ന ഫീലുകളെ, വെർബുകളെയും ഈ മാറ്റവിധേയമാകാൻ സൗകര്യമായ നൗണുകളെയുമാണ് ഇതിൽ പഠിക്കുന്നത്. അപ്പൊ വെർബും നൗണുമാണ് സർഫിലുള്ളത്. ഇംഗ്ലീഷിലെ പാർട്സ് ഓഫ് സ്പീച്ചായ 8 സാധനങ്ങളിൽ അഡ്ജക്റ്റീവും ആഡ്വേർബും എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുറേ സാധനങ്ങളെ പ്രപ്പോസിഷൻ, കൺജക്ഷൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ തിരിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അതിൽ നഹ്വും വെർബും ഉണ്ട്, നൗണും വെർബും ഉണ്ട്. ആ നൗണും വെർബുമാണ് ഇതിലുള്ളത്. വാളിയുഹു, ഇതിന്റെ എസ്റ്റാബ്ലിഷ് ചെയ്ത ആളാരാ? അബുൽ അസ്വദ് ദുവലിയാണ്. ഗായത്തുഹു വ ഫായിദത്തുഹു, ഇതിന്റെ ഗുണവും ഇതിന്റെ ലക്ഷ്യവും എന്താണ്? അൽ ഇഹ്തിറാസു അനിൽ ഖത്ഇ ലിസാനി, ഭാഷാപരമായ മിസ്റ്റേക്കുകളെ തൊട്ട് കീപ്പപ്പ് ചെയ്യുക, അതിനെ തൊട്ട് കീപ്പ് ചെയ്തു പോരുക. വഹുസൂലുൽ മആനിൽ മുഖ്തലിഫത്തി, വ്യത്യസ്തമായ ആശയങ്ങൾ കരസ്ഥമാവുക. വലിസ്തിയാനത്തു അലാ ഫഹ്മി കലാമില്ലാഹി വ കലാമി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കലാമായ ഖുർആനും തിരുനബിയുടെ പരിശുദ്ധമായ ഹദീസും മനസ്സിലാക്കാനുള്ള സഹായം ഉണ്ട്. ആ ഒരു സഹായം സർഫിൽ നിന്ന് കിട്ടും. ഇസ്തിംദാദു, ഇത് എവിടുന്ന് എടുത്തത്? മിൻ കലാമിൽ അറബി, അറബി ഭാഷയിൽ നിന്നാണ് ഇതൊക്കെ എടുത്തത്. ഫളുഹു വ ഷറഫുഹു, ഇതിന്റെ മഹത്വവും ശ്രേഷ്ഠതയും. യസീദു ഷറഫു ബി ഷറഫി ഫായിദത്തിഹി, ഇതിന്റെ ഗുണം എന്താണോ കിട്ടുന്നത്. ഒരാള് ഈ നെഹ്വും സർഫ് പഠിച്ചിട്ട് അദ്ദേഹം മോശപ്പെട്ട സാഹിത്യങ്ങളാണ് വായിക്കണമെന്ന് വെച്ചാൽ അത്രേ ഉണ്ടാവുള്ളൂ. അല്ല അയാള് വേറെ സാഹിത്യങ്ങളാണ് വായിക്കുന്നത് വെച്ചിട്ട് ഒരു മഹാന്മാരെ കുറിച്ചാണ് ഈ ജ്ഞാനം വെച്ച് പഠിക്കണമെന്ന് വെച്ചാൽ അതിന് മഹത്വം ഉണ്ടാവും. അല്ല ഖുർആനാ പഠിക്കണ്, അതിന്റെ മഹത്വം ഉണ്ടാവും. അല്ല ഇതിനെ ദുരുപയോഗം ചെയ്യുകയാണെങ്കിലോ അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇസ്മുഹുദിന്റെ പേരെന്താണ്? ഇൽമു തസ്രീഫ് അവർ ഇൽമു സർഫ്. ഇൽമു സർഫ് ഇൽമു തസ്രീഫ് എന്ന പേരുണ്ട്. ഹുക്കുമുഹു, ഇത് പഠിക്കേണ്ട വിധി എന്തായിരുന്നു എന്ന് പഠിക്കുമ്പോൾ സത്യവിശ്വാസിയാകുമ്പോൾ അതിന്റെ വിധി നോക്കുമല്ലോ. നമ്മൾ ഇൻഷാ അല്ലാഹ് ഇനി ഖുലാസയിൽ പറയാൻ പോകണം വിധികൾ എന്ന് പറഞ്ഞാൽ എന്താ? അഹ്കാം ശർഇയ്യ എന്ന് പറഞ്ഞിട്ട് ശർഇയ്യ വെക്കുമ്പോൾ നമ്മൾ പറയാൻ പോകണം. അപ്പൊ ആ ശർഇയ്യായ ഹുക്കുമുകളിൽ ഇതിന്റെ ഹുക്കും എന്താ? അൽ വുജൂബുൽ കിഫായിയ്യു, ഇത് ഫർള് കിഫായാണ്, എല്ലാവരും പഠിക്കണമെന്നില്ല, ആരെങ്കിലും കുറച്ചാൾ പഠിച്ചാൽ മതി. അല അഹ്ലി കുല്ലി നാഹിയത്തിൻ, ഓരോ പ്രദേശത്തുമുള്ള ഒരു സംഘം ആളുകൾ പഠിച്ചാൽ മതി. ഇൻ പേഴ്സൺ ഓരോരുത്തരും പഠിക്കേണ്ട. വൽ വുജൂബുൽ ഐനിയു അലാ മൻ യശ്തഗിലു ബി തഫ്സീരി വൽ ഹദീസ്, പിന്നെ ഇത് ആർക്കാണ് ഫർള് ഐനാകുക? ഹദീസും തഫ്സീറും പഠിക്കുന്ന ആള്. അപ്പോൾ തഫ്സീറും ഹദീസും ആരെങ്കിലും പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഓർക്ക് എന്ത് പഠിക്കൽ നിർബന്ധമാണ്? സർഫ് പഠിക്കൽ നിർബന്ധമാണ്. കാരണം ഖുർആനും ഹദീസും തെറ്റായി മനസ്സിലാക്കിയേക്കാം. നിസ്ബത്തുലി ബാഖിൽ ഉലൂമി, മറ്റു വിജ്ഞാനങ്ങളിലേക്ക് ചേർത്ത് നോക്കുമ്പോഴോ അത്തബായുനു, മറ്റു വിജ്ഞാനങ്ങളും ഇതും വ്യത്യസ്തമാണ്. വേറെ ഒന്നിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യാൻ പറ്റിയത് അല്ല. വേറെ വിജ്ഞാനങ്ങൾ വേറെ തന്നെയാണ്, ഇതും വേറെ തന്നെയാണ്. മസാഇലുഹു, ഇതിൻ്റെ ഉള്ളിൽ കയറി വരുന്ന ചോദ്യോത്തരങ്ങളും അതിൻ്റെ ഉള്ളിൽ വരുന്ന ചർച്ചകളും എന്താണ്? അത് ഖവാഇദുഹു കൽ ഇലാലി വൽ ഇദ്ഗാമി, ഒരു പദത്തിനെ വേറൊന്ന് പദവുമായിട്ട് എന്ത് ചെയ്യുക? അത് കൂട്ടുക, വേറൊന്ന് അതിൽ നിന്ന് ഒഴിവാക്കുക. അങ്ങനെ ഒഴിവാക്കലും കൂട്ടലും ചേർത്തലും മിക്സ് ചെയ്യലും ഒക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന മസ്അലകൾ. ഇങ്ങനെ 10 സംഗതികൾ മബാദിൽ അശറ തന്നെ 10 ഉണ്ട്. ഈ 10 പഠിച്ചിട്ടാണ് എങ്ങോട്ട് കിടക്കുക ഏതൊരു സംഗതിയും. ഫിഖ് ആണെങ്കിലും ഒരു ഇതുണ്ടാകും, നഹ്വ് ആണെങ്കിലും ഇതുണ്ടാകും. ഏത് സംഗതി പഠിക്കുകയാണെങ്കിലും മബാദിൽ അഷറ എന്ന് പറഞ്ഞ റൂട്ടുണ്ട്. അതൊക്കെ അറിവുകളുടെ ജ്ഞാനങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ പഴയ ഉസ്താദുമാരായ ആളുകളൊക്കെ അവരെ പക്കലുള്ളതിനൊക്കെ കൃത്യമാണ്, അവർ പഠിച്ചതിന് കൃത്യമാണ്. കിതാബ് നോക്കിയിട്ട് സുന്നത്ത് ജമാഅത്ത് പറയുന്ന നമ്മൾ ഉസ്താദുമാർ കിതാബുകൾ ഓതി പഠിക്കാതെ വേദിയിൽ കയറിക്കൊണ്ട് ദീന് പറയുന്ന ആളുകൾ, മതം പഠിച്ച പണ്ഡിതന്മാരെ ഇൽമു പറയാൻ പാടുള്ളൂ എന്ന് ഉസ്താദുമാർ പറയണതിൻ്റെ ആഴെന്താ? അവരത് പഠിക്കേണ്ടിടത്ത് നിന്ന് പഠിക്കേണ്ടതു പ്രകാരം പഠിച്ചിട്ടാണ് എന്ത് പറയണത്? ഹദീസും ഖുർആനും എടുത്തിട്ട് അതിൻ്റെ ആശയം പറയുന്നത്. അതറിയാത്ത ആളുകൾ ട്രാൻസ്ലേഷൻ നോക്കിയിട്ടോ ഗൂഗിൾ നോക്കിയിട്ടോ ഒരു ഹദീസ് എടുത്തുകൊണ്ടോ ഒരു ഖുർആൻ എടുത്തുകൊണ്ടോ പറഞ്ഞാൽ അതെന്താകൂല, അത് ശരിയാകൂല, അതവിടെ എത്തൂല, അതിൻ്റെ ഗൗരവം കുറഞ്ഞു പോകും. അള്ളാഹു ജല്ല ജലാലുഹു ഇൽമുകളെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് വലിയ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.